നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ക്രിമിനൽ കേസുകളിൽ ശിക്ഷ വിധിക്കുന്നതിൽ പ്രതികളുടെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതികൾ മൃദു സമീപനം സ്വീകരിക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കുറ്റത്തിന്റെ ആഴവും സംഭവിച്ച പരിക്കിന്റെ അവസ്ഥയും ശിക്ഷയിൽ പ്രതിഫലിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. പ്രതികളുടെ കുറ്റസമ്മതം പരിഗണിച്ച് ഒരു കേസ് ശിക്ഷ വിധിക്കുന്നതിൽ ഉദാര സമീപനം സ്വീകരിച്ച മജിസ്ട്രേറ്റ് കോടതിയുടെ ശിക്ഷാവിധി റദ്ദാക്കിയാണ് ജസ്റ്റിസ് പി സോമരാജൻ ഈ നിരീക്ഷണം നടത്തിയത്. കുറ്റം സമ്മതിക്കാനുള്ള അവകാശം കുറഞ്ഞ ശിക്ഷ ലഭിക്കാനുള്ള ഉപാധിയായി ഉപയോഗിക്കരുതെന്ന് കോടതി വ്യക്തമാക്കി. പ്രതിയുടെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആക്രമിച്ച പ്രതിക്ക് നാമമാത്രമായ ശിക്ഷ വിധിച്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് തിരൂർ സ്വദേശി ചേക്കുട്ടി സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത്. 2021 മാർച്ചിൽ ചേക്കുട്ടിയെ അഷ്റഫ് എന്നയാൾ ഇരുമ്പ് വടികൊണ്ട് ആക്രമിക്കുകയും തലയിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. എന്നാൽ കോടതി നടത്തിയ വിചാരണയ്ക്ക് ശേഷം അഷ്റഫിന് 20,500 രൂപ പിഴ ചുമത്തി ഒരാഴ്ച തടവ് ശിക്ഷയും വിധിച്ചു. അപ്പീൽ പരിഗണിക്കവേ പ്രതി വന്നതുകൊണ്ടോ അഭിഭാഷകൻ മുഖേന ഹാജരായതുകൊണ്ടോ കുറ്റം സമ്മതിച്ചതുകൊണ്ടോ കുറഞ്ഞ ശിക്ഷ മാത്രം അർഹിക്കുന്നില്ലെന്ന് സിംഗിൾ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ഇരയ്ക്ക് സംഭവിച്ച പരിക്കുകൾ പരിഗണിക്കണം. മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി വിചാരണ കോടതിയിലേക്ക് മാറ്റി. ജൂൺ 10 വിചാരണ കോടതിയിൽ ഹാജരാകാൻ പ്രതിയോട് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.